ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ആ ടെക്സ്റ്റ് ഫയൽ ഉണ്ടല്ലോ, അതിൽ നമുക്ക് എന്ത് ചെയ്യണം, ടെസ്റ്റ് ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഫയൽ ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് ക്യാറ്റ് യൂസ് ചെയ്തപ്പം ഒന്നും കാണിച്ചില്ല. സോ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നും കാണിക്കാനില്ലായിരുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാനുള്ളൊരു പെർമിഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. സോ അതിനായിട്ടാണ് ഈ LS -L എന്നുള്ള കമാൻഡ് കൊടുക്കുന്നത്. സോ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് കയറിയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അത് നമ്മൾ നാനോ സ്പേസ് നമ്മുടെ ഫയലിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ text.txt എന്നുള്ളതുകൊണ്ട് നമ്മൾ നാനോ സ്പേസ് text.txt എന്ന് വെച്ച് എൻ്റർ അടിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു ഫേസ് വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഹായ് ഹലോ എന്ന് ജസ്റ്റ് കൊടുക്കുവാണെങ്കിൽ ഇനി ഇതിനെ നമുക്ക് സേവ് ചെയ്യണം. ചുമ്മാ എക്സിറ്റ് അടിച്ച് പോയാൽ പോലെ നമുക്കിതിനെ സേവ് ചെയ്യണം. അത് സേവ് ചെയ്യാൻ വേണ്ടി നമ്മളെന്ന് വെച്ചാൽ Ctrl+ എന്ത് ചെയ്യുക, O അടിക്കുക. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് Ctrl+X പിന്നെ നമ്മൾ ജസ്റ്റ് Y അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ മതി. സോ അതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ text.txt എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം എന്ത് വരും. സോ ഇവിടെ ഹായ് ഹലോ എന്നുള്ളത് വന്നിട്ടുണ്ട്. സോ ഇതാണ് ക്യാറ്റ്. സോ കറൻ്റ്ലി ഇപ്പോൾ ടെർമിക്സിൽ എന്തൊക്കെ റൺ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി, എന്തൊക്കെ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ടോപ്പ് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യാം. സോ ടോപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ച് എൻ്റർ അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിലിപ്പോൾ എത്ര എണ്ണം കറൻ്റ്ലി റണ്ണിങ് ആണ്, എത്ര എണ്ണം റണ്ണിങ് അല്ല എന്നൊക്കെ ഇവിടെ കാണിക്കും. സോ ഇവിടെ നിന്ന് ഇനി ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ ഇനി ക്യാൻസൽ അടിച്ച് പുറത്തോട്ട് പോകാം. ഇപ്പോൾ നമുക്ക് ടെർമിക്സ് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വന്നാലും ഇത് ചിലപ്പോൾ പോകണമെന്നില്ല. അപ്പോൾ ഇതിനെ ഇതുപോലെ ഇപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് നടത്തുന്നു അല്ലെങ്കിൽ DDoS അടിക്കുന്നു. അപ്പോൾ ഇത് സിസ്റ്റം താങ്ങാതെ വരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതുപോലെ എക്സിറ്റ് അടിക്കാൻ പറ്റാണ്ടാവും. ഓക്കെ, അപ്പോൾ എങ്ങനെ എക്സിറ്റ് അടിക്കാം? സോ Ctrl+C അടിച്ച് നോക്കുക. അപ്പോൾ Ctrl+C അടിച്ചിട്ടോ Ctrl+Z അടിച്ചിട്ടോ നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ Ctrl+Z അടിച്ചിട്ട് ഇപ്പോൾ വർക്കാവുന്നില്ല. സോ 2-3 അടിച്ച് നോക്കി വർക്കാവുന്നില്ല. സോ Ctrl+C അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ആകാൻ പറ്റും. സോ ഇനി നമുക്ക് ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗെറ്റ് എന്നുള്ളൊരു കമാൻഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ Google Chrome എടുത്തിട്ട് അവിടെ ഫോൺ ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂള് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോവാം. സോ അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഒരു വെബ്സൈറ്റിലോട്ട് പോകും. എനിക്കിവിടെ GitHubൻ്റെ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് GitHubൻ്റെ ഇതിലേക്കാണ് വന്നത്. സോ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ GitHubൻ്റെ ആപ്ലിക്കേഷനിലോട്ടാണെങ്കിൽ ഇവിടുന്ന് ലിങ്ക് കോപ്പി ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് കോഡെന്ന് പറയുന്ന ആ ഒരു ഇത് കണ്ടില്ലേ, അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇതിലേക്ക് വരും. ഓക്കെ, ഇങ്ങനൊരു പേജിലേക്കായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് മേളിൽ 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫയൽ കോപ്പി ആ ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാം. സോ അതിനുശേഷം ടെർമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെറ്റ് ക്ലോൺ എന്ന് ഗെറ്റ് സ്പേസ് ക്ലോൺ എന്ന് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുക. സോ എൻ്റർ അടിക്കുമ്പോൾ എന്തോ ഒരു എറർ കാണിച്ചല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PKG ഇൻസ്റ്റാൾ ഗിറ്റ്. അപ്പോൾ ഗിറ്റിനകത്തില്ല എന്നാണ് പറഞ്ഞത്. സോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് PKG എന്ന് പറഞ്ഞാൽ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമാൻഡാണ്. സോ PKG ഇൻസ്റ്റാൾ ഗിറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുമെന്ന് ഡൗൺലോഡായി വരാൻ വേണ്ടി. ഞാനൊന്ന് സ്പീഡിൽ വീഡിയോ കാണിക്കാം. സോ ഇത് കുറച്ച് ടൈം എടുത്തിട്ടാണ് വരുന്നത്. സോ വന്നു കഴിയുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇതിനെ കൺഫേം ചോദിക്കും. അപ്പോൾ Y അടിച്ചിട്ട് എൻ്റർ അടിക്കുക. സോ കുറച്ച് നേരം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇത് സെറ്റ് ആവുന്നതായിരിക്കും. സോ ഇനി നമ്മൾ വീണ്ടും ആ സെയിം കമാൻഡ് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എന്താ നോട്ട് ഫൗണ്ട്. ഓക്കെ, എന്തോ എറർ കാണിക്കുന്നുണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. സോ അത് URLൻ്റെ പ്രശ്നമായിരുന്നു. ഇവിടെ ക്ലോണിങ് നടക്കുന്നുണ്ട്. സോ ഇതും കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. സോ ഇത് ഞാൻ കുറച്ച് സ്പീഡാക്കി തരാം. സോ അതവിടെ നടക്കട്ടെ. ഇപ്പോൾ ഫോണിൽ ക്രോമിൽ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ലിങ്ക് കോപ്പി ചെയ്താൽ മതി. ഈ ലിങ്ക് കോപ്പി ചെയ്യാതെ ഇവിടെ കോഡെന്നുണ്ടോ, ഈ കോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കോഡ് കിട്ടും. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഗിറ്റ് ക്ലോൺ കൊടുത്തിട്ട് ഈ URL കൊടുത്ത് എൻ്റർ അടിക്കുക. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് മുമ്പേ കാണിച്ച പോലെ ഇഷ്യൂ കാണിക്കത്തില്ല. സോ ഈ URL എടുത്ത് നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ബാക്ക് ടു ടെർമെക്സ്. സോ ഇവിടെ ഇപ്പോൾ ഗിറ്റ് ക്ലോണായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ പാർട്ട് 1 കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഞാനത് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യം പറഞ്ഞിട്ടാണ് പോകുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. സോ ഇവിടെ LS അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോൺ ഫിഗർ എന്ന് പറഞ്ഞ ടൂള് കാണാൻ പറ്റും. പിന്നെ ടൂള് ഇനി ഡീറ്റെയിൽ ആയിട്ട് ടൂളിനെ പറ്റി പഠിക്കണം. പക്ഷേ നമ്മളിപ്പോൾ ബേസിക്സ് തന്നെ പഠിക്കാം. കാരണം ബേസിക്സ് ഇല്ലാണ്ട് നമ്മൾ ടൂളിലോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും ശരിയാകത്തില്ല, മനസ്സിലാവത്തില്ല. സോ നമുക്ക് ഇൻസ്റ്റാളേഷനും കമാൻഡ്സും ഒക്കെ കുറേ പഠിക്കാനുണ്ട്. അത് പഠിച്ചിട്ട് നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം, മോർ കോറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെന്താ വെച്ചാൽ ഇത്രയും നേരം നമ്മൾ ടൈപ്പ് ചെയ്ത കമാൻഡ്സൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ഹിസ്റ്ററിന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഗിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, അതുപോലെ ഗിറ്റ് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി PKG റിമൂവ് ഗിറ്റ് എന്ന് കൊടുത്താൽ മതി. ഇവിടെ റിമൂവ് ചെയ്യണം വേണ്ടെന്ന് വയ്ക്കും. റിമൂവ് ചെയ്യാനാണെങ്കിൽ വൈ കൊടുത്ത് എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗിറ്റ് റിമൂവ് ആവും. ഓക്കെ, റിമൂവ് ആയോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഗിറ്റ് -വേഷനോ അല്ലെങ്കിൽ ജസ്റ്റ് ഗിറ്റ് എന്നൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഗിറ്റ് ഇല്ലെങ്കിൽ കാണിക്കും. ഓക്കെ, PKG ഇൻസ്റ്റാൾ ഗിറ്റ് എന്ന് കാണിച്ചില്ലേ. സോ അങ്ങനെയാണ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനും റിമൂവ് ചെയ്യാനും പഠിച്ചെന്ന് തോന്നുന്നു. ഇനി അടുത്ത് ഗിറ്റ് ഞാനിപ്പോൾ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. സോ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇത് ഫുൾ അപ്ഡേറ്റ് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ടെർമെക്സ് ഫുൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കമാൻഡാണ് apt അപ്ഡേറ്റ് ആൻഡ് apt അപ്ഗ്രേഡ് -y. ഓക്കെ, സോ ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത് ലിനക്സ് ഫുള്ളി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ലിനക്സ് ഒക്കെ ആണെങ്കിൽ ക്രോം ബ്രൗസർ വരെ എന്ത് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ആവാറുണ്ട്. ഇനി എന്തെങ്കിലും എററോ ബഗ്ഗോ ഇനി ക്ലോസ് ആയി പോകുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് തിരിച്ച് ഈ കമാൻഡ് തന്നെ ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റീസ്റ്റാർട്ട്, നിങ്ങൾ എവിടെയാണ് അപ്ഡേറ്റ് ചെയ്ത് നിന്നേക്കുന്നത് അതിൻ്റെ ബാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഓക്കെ, ടെർമെക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പിടിച്ച് പതുക്കെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആയി വരും. എൻ്റെ ഇപ്പോൾ സൈഡിൽ ബാക്ക് ബട്ടൺ ഓപ്പൺ ആയി വരുന്നുണ്ട്. സോ ഓക്കെ, ഫസ്റ്റ് ന്യൂ സെക്ഷൻ കൊടുത്തു. ഇപ്പോൾ പുതിയൊരു ടെർമിനലിലേക്ക് നമുക്ക് പോയി. ഇനി നമുക്ക് തിരിച്ച് പഴയ ടെർമിനലിലോട്ട് പോകണമെങ്കിൽ തിരിച്ച് വീണ്ടും വലിക്കുക എൻ്റെ ബാക്ക് ബട്ടൺ. നിങ്ങൾ ഈ മേളിലായിട്ട് ജസ്റ്റ് വലിച്ചാൽ മതി പതുക്കെ, അപ്പോൾ വരും. ഓക്കെ, നമുക്ക് തിരിച്ച് അങ്ങോട്ടും വരാം. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ifconfig എന്ന് പറയുന്നൊരു കമാൻഡാണ്. സോ ഇവിടെയാണ് നെറ്റ്വർക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വൈഫൈ IP ഇതൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. സോ ifconfig എന്ന് പറഞ്ഞ് അടിച്ച് നമ്മൾ എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചേറെ ഓപ്ഷൻസ് കാണിക്കും. സോ ഇതാണ്. സോ ഇതൊക്കെ ഓരോന്നും എന്താ നമുക്ക് പഠിക്കണം. ഈ AP0 എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് വൈഫൈ അസസ് പോയിൻ്റ് ഇൻ്റർഫേസ് എന്നൊക്കെ പറയും. ഇതിനെ ആൻഡ്രോയിഡ് ഹോസ്റ്റിംഗ് ഇൻ്റർഫേസ് എന്ന് പറയാം. അതിൽ IP അഡ്രസ്സും നെറ്റ്വർക്ക് അഡ്രസ്സും ഒക്കെ അവിടെ കാണാൻ പറ്റും. ഇവിടെ CCM MI1 എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ് ആയിട്ടുള്ള ഡേറ്റ അതിപ്പോൾ 4G ആണോ 5G ആണോ എന്നൊക്കെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അവിടെ ഇൻ്റർഫേസ് ചെയ്യുന്നത്. അതുപോലെ ഡേറ്റ ഓൺ ആണോ എന്നൊക്കെ ഇത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് LO. സോ ഇത് ഇൻറ്റേർണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള അതിനു വേണ്ടിയാണ് ഈ LO എന്നുള്ളൊരു ഇത്. APO എന്ന് പറയുന്നത് വൈഫൈ ആണ്, ലോക്കൽ നെറ്റ്വർക്ക് സ്കാനിങ് ആണ്. CCM NI1 എന്ന് പറയുന്നത് മൊബൈൽ നെറ്റാണ്, ഇൻ്റർനെറ്റ് അസസ് ആണ് യൂസ് കേസ് വരുന്നത്. അതുപോലെ LO എന്ന് പറയുന്നത് ലോക്ക് ബാക്ക് എന്നാണ്, അത് ഇൻറ്റേർണലാണ്. ഓക്കെ, സോ ഇൻറ്റേർണലും ഇൻ്റർനെറ്റും തമ്മിൽ ഉള്ള ഡിഫറൻസിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. സോ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് വെക്കാൻ മറക്കില്ലേ.